നമ്മൾ അഖിൽമാരാരുടെ കരച്ചിലെന്ന് കേട്ടപ്പോഴെന്ന് പറഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വന്നായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കളിയായിരുന്നു ഭഗവാനേ. അതായത് ഇയാളുടെ കളിയൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇയാൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ആവുന്ന ഞാൻ കരുതിയത്. അതായത് ഇവൻ്റെയൊക്കെ ആ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ കയ്യിൽ കിട്ടിയപ്പോഴും മാരാറ് വിചാരിച്ചത് എന്താണെന്നറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് മാങ്ങ വെക്കുന്നത് പോലെയും അതുപോലെയുള്ള പരിപാടിയാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ആശാൻ്റെ കയ്യിൽ നിന്ന് ഒരു 10-20 ലക്ഷം ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം എന്താ അറിയുക, നമ്മുടെ അണ്ണൻ, അതായത് നമ്മുടെ മറ്റേ അണ്ണൻ ഉണ്ടല്ലോ, അതായത് സ്ഥാനാർത്ഥിത്വം കൊടുത്ത അണ്ണൻ, ആ അണ്ണൻ പറഞ്ഞു നീ ഇപ്പം ചിലവാക്കുന്ന എനിക്ക് ഇതിൻ്റെ ഇരട്ടി ഞാൻ കൊണ്ടുതരാമെന്ന്. അണ്ണൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവൻ എങ്ങനെയെങ്കിലും MLA ആയി കഴിഞ്ഞാൽ ഞാനൊന്ന് കഴിച്ചിലാവുമല്ലോ എന്ന് അയാളും വിചാരിച്ചത്. അവസാനം കെട്ടിവെച്ച കാശ് പോലും കിട്ടാതിരുന്നപ്പോഴാണ് മനസ്സിലായത് മാരാറല്ല ഇയാളെ ആറാണെന്ന്. അതുപോലെയുള്ളൊരു തേയലാണ് ഈ മാരാറ് എന്ന് പറയുന്ന വിദ്വാൻ തേഞ്ഞത്. ഇനിയിപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത് മറ്റേ ആൾ 40 കോടി വാങ്ങിച്ചു, അതിൻ്റെ ഷെയർ എനിക്ക് കിട്ടിയില്ല, അവൻ 40 കോടി വാങ്ങിച്ചാൽ അവനത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നിന്നിരിക്കുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. നാട്ടുകാരെ സേവിക്കാനോ വേറെ ഒന്നിനും അല്ല. മാരാറുടെ ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചില്ലറ അത് തന്നെയാണ്. ഏതായാലും ഇപ്പോഴയാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കുകൾ വിറ്റു. ഇപ്പോഴും കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പൊളിഞ്ഞു പോയിട്ടില്ല എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഇപ്പോൾ അയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെയൊന്നുമല്ല, ഞാൻ പൊളിഞ്ഞിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു നാടകം. പക്ഷെ അത് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഈ സാബു, അതായത് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയ നമ്മുടെ കിറ്റക്സ്, അവരെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡും ചെയ്യുന്നില്ല. അവസാനം എന്തായി, ഇന്നെല്ലാം തുറന്നു പറഞ്ഞില്ലേ, സമസ്താപരാധങ്ങളും പൊറുക്കണം നാട്ടുകാരെ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരാറ് എന്ന് പറയുന്നവന് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 5 പൈസേൻ്റെ വിലയില്ല അയാൾക്ക്. അതായത് അയാളുടെ രാഷ്ട്രീയം, അയാളുടെ കളി എല്ലാം നമ്മൾ കണ്ടതല്ലേ. ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോൾ അവൻ്റെയൊക്കെ കളി നമ്മൾ കണ്ടതല്ലേ. ഇവനൊക്കെ എങ്ങനെയാണ് ബിഗ് ബോസിൽ വന്നത്? അതായത് ജാതി മത ഭേദമേന്യേ, രാഷ്ട്രീയ ഭേദമേന്യേ വോട്ട് കൊടുത്തവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി ഊളിയാക്കിക്കൊണ്ടാണ് ഇവൻ പോയത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്താ പറയുക, എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല. ഇവനൊന്നും ഇനി ഒരു മനുഷ്യന്മാർ പോലും ഇനിയൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ ആശാൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഏതോ ഒരു കൊണാണ്ടറായിട്ട് വരണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കളിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇയാൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയ സിനിമ എടുക്കും, ഒരു തേങ്ങയും നടന്നിട്ടില്ല. ഒരു സിനിമ എടുത്തിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാളി എടുത്താർന്ന്. അതായത് ഇവനെയൊക്കെ വെച്ചിട്ട് സിനിമ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോടെ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പ്രൊഡ്യൂസർക്കും ആ സംവിധായകനും വിവരമില്ലാത്തതുകൊണ്ട് ഇവനെയൊക്കെ വെച്ച് സിനിമ എടുത്ത്, അതായത് ഇവൻ്റെ സിനിമ തന്നെ എന്ന് പറഞ്ഞ് ഇവന് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പണി എന്ന് പറയുന്ന സിനിമയിൽ വാടകയ്ക്ക് വർക്കിനൊക്കെ പോയപ്പോഴേ അതിൻ്റെ സംവിധായകനായ ജോജു ജോർജിന് മനസ്സിലായി ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ നൈസായിട്ട് എടുത്ത് വെളിയിലിട്ട്, അതായത് നമ്മൾ ഈ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ, എന്താ പറയുക, ദൈവം വലിയ സംഭവമാണ് എന്നുള്ള ഒരു തോന്നിച്ച മാത്രമേ ഉള്ളൂ. ആള് തനി എന്താ പറയേണ്ടത് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഏതായാലും സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോഴേ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അരുൺ കുമാറിനെ കൊണ്ട് അഖിൽ മാരാറ് മുന്നിൽ എന്ന് ഞാൻ വായിപ്പിക്കുമെന്ന്. ഏതായാലും ഈ അഖിൽ മാരാറ് താഴെ നിന്നും മുകളിലോട്ട് ആദ്യമാണെന്ന് നമ്മുടെ അരുൺ കുമാർ വായിക്കുകയും ചെയ്തു. അങ്ങനെ മാരാർക്ക് വലിയൊരു ഇതും കിട്ടി. ഇപ്പോഴും മാരാറുടെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് അയാളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു അയാൾ പാപ്പരായി. അയാൾക്ക് നല്ല കടമുണ്ട്, അയാളെ നല്ല എന്താ പറയണ്ടേ, എനിക്ക് തോന്നുന്നു ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് ജനങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് താൽക്കാലികമായിട്ടൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈകൾ, അല്ലാതെ ഒരാൾ വന്ന് ഇങ്ങനെ കാര്യമില്ല. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശരിയാണ്, അവരെ കൂടെ പോയി ഇനി ഉള്ളതും പോയിട്ട് നാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെളിയിൽ വരുവയ്യ. അങ്ങനെ ആർക്കും വന്ന് കരിയോടും ഇങ്ങനെ. അപ്പം അയാൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നഷ്ടം വന്നിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസൊക്കെ കഴിഞ്ഞപ്പോൾ ആശാൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആഡംബര ജീവിതമാണ്. കുറേ കാറുകൾ വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ ബൈക്കുകൾ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് പറയുകയാണ് ബൈക്ക് ഞാൻ വിറ്റു എന്ന്, രഹസ്യമായിട്ടാണ് വിറ്റത്. പക്ഷെ തുറന്നു പറയേണ്ടി വന്നു, എന്തുകൊണ്ടാ? അത്രയും പൈസ പോയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ ദൈവം ഉണ്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു ഇലക്ഷൻ വേണ്ടി വന്നു, ഇയാളെ കൊന്നു. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് പോകുമെന്ന് പറയാൻ പറ്റില്ല കേട്ടാ. കോൺഗ്രസിൽ ഏതായാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ മാർക്സിസ്റ്റിലും എടുക്കും തോന്നുന്നില്ല, പിന്നെ ഏത് പാർട്ടിയിലും ഇനി പോകേണ്ടത്?
അപ്പോൾ ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് അങ്ങ് ജയിക്കാമെന്നാണ് ഇങ്ങനെ വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ബിഗ് ബോസ് പോലെയുള്ള ഉള്ള ഷോ ആണ്. ആ ഷോയിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അങ്ങ് ജയിക്കാമെന്ന് ആശാൻ വിചാരിച്ചു. എൻ്റെ പൊന്നു മാരാറെ, ഇത് കേരളമാണ്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഗിമ്മിക്കൊന്നും ഇവിടെ ഒരാളും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇയാൾ വിചാരിച്ചാൽ എന്താ പറയുക, ബിഗ് ബോസിൽ എനിക്ക് വോട്ട് ചെയ്തവരൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യുന്നതാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കെട്ടിവെച്ച തുക പോലും കിട്ടിയണോന്ന് ഡൗട്ടാണെന്നാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും വാങ്ങിച്ചിട്ട് ചായ കുടിക്കാൻ നോക്കി. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സെല്ലാം ഇറങ്ങിപ്പോയി. എടാ എങ്ങനെ ഇറങ്ങിപ്പോകാണ്ടിരിക്കും? നമ്മുടെ മലയാളികൾക്കൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മലയാളികളുടെ ഇപ്പം നമ്മളെ ലാലേട്ടൻ, മമ്മൂക്ക ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ വിജയിക്കുന്നത് നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം നോക്കിയിട്ടാണ്. അനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിന് തൻ്റെ എന്താ പറയേണ്ടത്, ഇപ്പോൾ എല്ലാം പോയി, എല്ലാം നശിച്ചു, അത് തന്നെ. അപ്പോൾ ആശാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് മാരാറ് എന്ന് പറയുന്ന ഒരു ആൾ ഇല്ലാതായി, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ കയറി വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അടുത്ത ബിഗ് ബോസിൽ എന്തോ ജഡ്ജായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ പൈസ ഇനി മിണ്ടാണ്ട് ഇങ്ങനെ ഉച്ച അടക്കിയിട്ട് വാങ്ങിക്കേണ്ടി വരും, പോകേണ്ടി വരും. കാരണം ഇത്രയും നാൾ കാണിച്ച ഗിമ്മിക്കൊന്നും ഇനി നടക്കൂല. ഇപ്പോഴെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇയാൾ വന്ന് തുറന്നു പറയോ? അതായത് ഇയാളെ കയ്യിൽ പൈസ ഉണ്ട്, ഇയാൾക്ക് വേറെ തട്ടൊന്നും പറ്റിയില്ലെങ്കിലും നല്ല രഹസ്യമായിട്ട് ഇത് തീർക്കില്ല ഇയ്യ. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൊടുക്കാമെന്ന് പറഞ്ഞാന്നോന്ന് അറിയില്ല. ഏതായാലും ഇയാൾക്ക് ഇപ്പം പൈസ ഇല്ല. ഇയാൾ ശരിക്കും പറഞ്ഞ നല്ല ബുദ്ധിമുട്ടിലാണ്. ഈ കാണുന്ന ഈ പൊങ്കളാന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ് നല്ല ബുദ്ധിമുട്ടിലാണ്. മനസ്സിലായി? ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും വരുമെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ മാരാറ് നല്ല രീതിയിൽ പുലിവാല് പിടിച്ചായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ പോയിട്ട് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി തലവെച്ച് കൊടുത്ത്. ഇയാൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര മാറ്റമാണ്, അല്ലെങ്കിൽ ആ ഒരു ചങ്ങാതിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഹാൻഡ് ഉണ്ട് എന്നാണ് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഹാൻഡും ഇല്ല എന്ന്. ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊട്ടാരക്കര ഒരു ഇലക്ഷൻ നടത്തണം, അവിടെ എനിക്ക് നിൽക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് ഇനിയെങ്കിലും എന്നെ ജയിപ്പിക്കണം. അതായത് അവിടെ ഈ ഇലക്ഷനും കഴിഞ്ഞ് എം എൽ എ ആയി പോയി, എന്നാലും എനിക്ക് അവിടെ എവിടെയെങ്കിലും പോയി നിൽക്കണം എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഇനിയും കൊയ്യത്തും ഒരു മാരുതി കാറോ ഒന്നും വാങ്ങിക്കുക, എന്നിട്ട് കുറച്ചും കൂടി മാങ്ങ വെക്കാൻ പോവുക, ആ മാങ്ങയുമായിട്ട് അവിടെ നിൽക്കുക, അതേ രക്ഷയുള്ളായിരുന്നു, വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മാരാറുടെ അവസ്ഥ ഇപ്പോഴേ. ആ അവസ്ഥ എന്ന് പറഞ്ഞൊരു വലിയ പരിതാപകരമായ അവസ്ഥയാണ്. എല്ലാം നശിച്ച ഒരു മാരാറ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അയാളുടെ സോഷ്യൽ മീഡിയ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു മൊത്തത്തിൽ അയാൾ എത്ര ഹാപ്പി ആയിട്ട് ഇരുന്നാണ്. ആ സ്ഥാനാർത്ഥിത്വത്തോട് കൂടിയിട്ട് അയാളെ മൈൻഡ് ചെയ്യാൻ വേണ്ടി പോലും ആൾക്കാരില്ല. അയാൾക്കൊരു പ്രോഗ്രാമുകളില്ല, ഒരു സംഭവങ്ങളില്ല, ഒരാൾ പോലും വിളിക്കുന്നില്ല. എന്തിനധികം പറയുന്നത്, അതുവരെ വിളിച്ച കൂട്ടുകാർ വരെ മിണ്ടാതായി. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ മാരാറ് എന്ന് പറയുന്നൊരു യുഗം ഇവിടെ തീർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മാരാറേ ഒരു തിരിച്ചു വരവില്ലടോ. ഇനി എവിടെ തിരിച്ചു വരാനാണ്? ഇനി എന്ത് തിരിച്ചു വരാനാണ്? ആവശ്യമില്ലാതെ പോയിട്ട് അവിടെ ചാടിക്കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സഹോദര? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ അങ്ങ് നടത്തി. അങ്ങ് BJP ആകുമെന്ന് കരുതിയിട്ട് ഇവിടെ എന്തൊക്കെ നാടകങ്ങൾ നടത്തി. എന്നിട്ടിപ്പോൾ എന്തായി താങ്കളുടെ സ്ഥിതി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നന്ദി, നമസ്കാരം, ബൈ ബൈ.